നളിനി ആദ്യത്തെ റൊമാൻറ്റിക് കഥാകാവ്യം. നളിനിയാണ് ആശാൻ്റെ ആദ്യത്തെ കഥാകാവ്യം. സമകാലിക പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അകന്നും സാമാന്യ ജീവിതത്തിൽ നിന്ന് തുലോം ഉയർന്നു നിൽക്കുന്ന അത്യുദാത്തമായ ഒരു പ്രേമസങ്കല്പത്തിന് രൂപം കൊടുക്കുകയാണ് ഈ കാവ്യത്തിൽ ആശാൻ ചെയ്തിട്ടുള്ളത്. റൊമാൻറ്റിസിസത്തിൻ്റെ അത്യുച്ഛ മേഖലയിൽ ഉദിച്ച അസ്തമിക്കുന്ന ഇതിലെ പ്രേമജീവിതം ആശാൻ കൈകാര്യം ചെയ്തിട്ടുള്ള രീതിയിലും ഭാഷയിലും സഹൃദയന്മാർക്ക് ഏറ്റവും ആസ്വാദ്യമായി തീർന്നിട്ടുണ്ട്. ആശാൻ്റെ കൃതികളിൽ വെച്ച് ഉത്തമം നളിനിയാണെന്ന് വരെ ആവർത്തിച്ച് ഉദ്ഘോഷിക്കാൻ അവർ തയ്യാറായിട്ടുമുണ്ട്. അതിലെ കഥയും പാത്രങ്ങളും സാമാന്യ ജീവിതത്തിൻ്റെ നിലവാരത്തിൽ നിന്ന് തീരഞ്ചും വിട്ടു നിൽക്കുന്നവയാണോ എന്നുള്ള സംശയം അവർക്ക് ആസ്വാദന പ്രക്രിയയിൽ സാമാന്യ ജീവിതത്തിൻ്റെ നിലവാരത്തിൽ നിന്ന് തീരഞ്ചും വിട്ടുനിൽക്കുന്നവയാണോ എന്നുള്ള സംശയം അവർക്ക് ആസ്വാദന പ്രക്രിയയിൽ തടസ്സമായി തീർന്നിട്ടില്ല. എന്നാൽ പ്രഗത്ഭരന്മാരെന്ന അഭിമാനിക്കുന്ന രൂപകന്മാർ നളിനിയിലെ കഥാപാത്രങ്ങൾ സ്ത്രീത്വത്തിൻ്റെയും പുരുഷത്വത്തിൻ്റെയും പരിമിതികളെ അങ്ങേയറ്റം ഉല്ലംഘിച്ചിട്ടുള്ളവയാണെന്നും അവയിൽ ആരോപിച്ചിട്ടുള്ള പ്രേമത്തെ രതിവൈകൃതങ്ങളോ ആയി മാത്രമേ കാണാൻ കഴിയൂ എന്നും അങ്ങനെയെല്ലാം വന്നതിന് പ്രധാനമായും ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ളത് പരാജയപ്പെട്ട ബ്രഹ്മചര്യം മൂലം സ്ത്രീയുടെ മനഃശാസ്ത്രം ശരിക്ക് അവധാരണം ചെയ്യാൻ ആശാന് കഴിയാതെ പോയതാണെന്നും ഒക്കെ വാദിച്ചു കണ്ടിട്ടുണ്ട്. അത്തരം വാദങ്ങളെ അതേപടി വകവെച്ചു കൊടുക്കാൻ പ്രയാസമാണ്. യഥാർത്ഥത്തിൽ ആശാൻ്റെ കഥാപാത്രങ്ങൾ അതിമാനുഷങ്ങളല്ല, മണ്ണിൽ തന്നെ ജനിച്ചു വളർന്ന് അടിയുറച്ച് നിൽക്കുന്നവയാണ് അവയെല്ലാം. അവയിൽ പ്രേമസങ്കല്പമേ അതിമാനുഷമായി പോയിട്ടുള്ളൂ. അവിടെ തന്നെയും ഒന്ന് പറയാനുണ്ട്. പ്രേമം ഏതവസ്ഥയിലും മാനുഷികമാണ്. അതിനെ വളർത്തി അത്യുച്ഛ കോടിയിൽ മാംസനിമിത്തമല്ലാതാക്കി തീർക്കുന്നതിലേ അതിമാനുഷത്വമുള്ളൂ. ആശാന് സാംസ്കാരിക പശ്ചാത്തലം ഉണ്ടാക്കിക്കൊടുത്തതായി മിക്കവാറും എല്ലാവരും സമ്മതിക്കുന്ന 19-ാം നൂറ്റാണ്ടിലെ ആംഗല സാഹിത്യത്തിൽ റൊമാൻറ്റിസിസത്തിൻ്റെ കൊടിക്കൂറ പറപ്പിച്ച കീറ്റ്സിനെ പോലുള്ള കവിവരന്മാർ പ്രേമത്തെ കൈകാര്യം ചെയ്തിട്ടുള്ള ഇതേ രീതിയിലാണ് എഡിമലോൺ, ദി ഈവ് ഓഫ് സെയിൻറ്റ് ആഗ്നസ്, ഹൈപ്പരോൺ, ഇസബെല്ല എന്നീ കൃതികൾ സൂക്ഷിച്ച് വായിച്ച് ആസ്വദിച്ചിട്ടുള്ളവർക്ക് ഇത് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. നളിനിക്ക് വേണ്ടി ആശാൻ ഒരു കഥ കണ്ടുപിടിച്ചത് എവിടെ നിന്നാകാം? കീറ്റ്സിനെ പോലെ അദ്ദേഹവും പൗരാണിക സാഹിത്യത്തിൽ കടന്ന് അന്വേഷിച്ചിരുന്നിരിക്കണം. റൊമാൻറ്റിക് ഭാവനയ്ക്കുതകുന്ന ഒരു കഥയ്ക്ക് വേണ്ടി നളിനി പലവരും വായിച്ചിട്ട് എനിക്ക് തോന്നിയത് ആശാൻ പാർവതീ പരമേശ്വരന്മാരുടെ പ്രേമകഥയെ മാതൃകയാക്കി എന്നതാണ്. ഈ അഭ്യൂഹത്തിന് ഉപസ്കാരകമായി നളിനിയുടെ ഒരു പ്രസ്താവന തന്നെയുണ്ട്. സ്വൈരമായി മുഹുരുദിച്ചിടുന്നു. നളിനിയുടെ ഒരു പ്രസ്താവന തന്നെയുണ്ട്. സ്വൈരമായി മുഹിരുദിച്ചിടുന്നു ദുർവാരമെൻ്റെ മതിയിൽ, തപസ്യയിൽ ഗൗരിയോടരിയ പുഷ്പഹേതിതൻ, വൈരിയായ വടുവിൻ സമാഗമം. പിന്നെ ഒടുവിൽ കവി നളിനിക്ക് ശ്മശാനം കൽപ്പിച്ചതാണെങ്കിൽ ഹിമാലയത്തിൽ ഗിരിജ ചേവടി ചേർത്ത ദിക്കിലേക്ക് ആണ് താനും. ഇതിലും നന്നായൊരു തെളിവും വേറെ അന്വേഷിക്കേണ്ടതുണ്ടോ? കുമാരസംഭവ കഥയ്ക്കും അദ്ദേഹം റൊമാൻറ്റിക് ഭാവന കൊണ്ട് തൻ്റേതായ രൂപസംവിധാനം ചെയ്തു വെച്ചു എന്നേ ഉള്ളൂ. കുമാരസംഭവത്തിൽ കാളിദാസൻ സൗന്ദര്യധാമമായ പാർവതിയെ
തപോനിഷ്ഠനായ ശ്രീ പരമേശ്വരൻ്റെ സമക്ഷം അവതരിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഹൃദയമിളക്കാൻ ഒരവസരമുണ്ടാക്കുന്നു. കണ്ടു കണ്ടില്ല എന്നാവുമ്പോഴേക്കും ശ്രീ പരമേശ്വരൻ നെടിലാഗ്നി വമിപ്പിച്ച് കാമദഹനത്തിന് ഒരുങ്ങുകയാണ്. അത്രയും സംഭവിച്ചതിൻ്റെ ഫലമായി പാർവതി പാഠം പഠിച്ചു. തൻ്റെ സംസ്കാരം അദ്ദേഹത്തിൻ്റേതോളം ശുദ്ധിമത്വ അല്ലെന്ന് മനസ്സിലാക്കിയ അവൾ സ്വയം തപസ് ചെയ്ത് കൂടുതൽ ശുദ്ധിമതിയാകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ തപശുദ്ധയായി തീർന്നപ്പോൾ ഇഷ്ടദേവൻ അവൾക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഇത്രത്തോളം കുമാരസംഭവ കഥയുമായി ആശാന്റെ കഥയ്ക്ക് സാജാത്യമുണ്ട്. നളിനി വിവാഹ പ്രാർത്ഥനയായിരുന്നു. പക്ഷേ ദിവാകരൻ ഇത്രയും മനസ്സിലാക്കിയിരുന്നില്ല. നേരു ശൈശവമതിങ്കലെന്നു നിൻ ഭൂരിയാം ഗുണമറിഞ്ഞതില്ല ഞാൻ. കോരകത്തിൽ മധുവെന്ന പോലെ ഉൾത്താരിൽ നീ പ്രണയമാർന്നിരുന്നതും എന്നുള്ള ദിവാകരൻ്റെ ഏറ്റുപറച്ചിലിൽ തന്നെ അത് തെളിവാണ്. ഏതായാലും അയാൾ മറ്റൊരു വഴിക്ക് എണ്ണിടുന്നൊടുവിൽ വന്നു പീഡയാം വണ്ണമെൻ മിഴികൾ പൊത്തിയെന്നതും തിണ്ണമങ്ങതിൽ വലഞ്ഞു കേഴുമെൻ കണ്ണുനീര് കനിവിൽ തുടച്ചതും. ഈ പൂർവസ്മരണകളിലൂടെ കടന്നു പോകുമ്പോൾ കരളലിയാത്ത വായനക്കാരുണ്ടാവില്ല. നളിനി ദിവാകരന്മാർ ഹിമാലയ സാനുവിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും അവരെ പ്രകൃതി സൗഭാഗ്യത്തിൽ കളിപ്പിച്ചു നിർത്താൻ മറന്നിട്ടില്ല കവി. പിന്നെ മറ്റൊന്നുമുണ്ട്. തമ്മിൽ കണ്ടറിയുന്നതോടെ നളിനി ദിവാകരനിലെ യോഗീശ്വരനെ പതുക്കെ മാനുഷീകരിച്ച് പ്രേമാർദ്രനാക്കി തീർക്കുന്ന ആ പ്രക്രിയയുടെ മാധുര്യത്തിന് അതേ മാധുര്യമേ ഉപമാനമാകൂ. റൊമാൻറ്റിക് ഭാവനയുടെ ശൃംഗാഗ്രത്തിൽ വെച്ച് പ്രേമസായുജ്യമടയുന്ന നളിനി ദിവാകരന്മാരെ ആസ്വാദക ഹൃദയം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനിടയാക്കുന്നത് മുഖ്യമായും അവരുടെ ജീവിതത്തിലെ ഈ മാനുഷികതയാണ്. താൻ കൈക്കൊണ്ട കഥയെ പല സർഗങ്ങളിലായി പരത്തി പറയാതെ ഏതാണ്ടൊരു ഫ്ലാഷ് ബാക്കിൻ്റെ ടെക്നിക്ക് ഉപയോഗിച്ച് ഒരൊറ്റ വീർപ്പിൽ ഒതുക്കി പ്രതിപാദിച്ച് ഫലിപ്പിച്ചത് ആശാന്റെ ആവിഷ്കരണ കൗശലത്തിന് നല്ലൊരു നിദർശനമാണ്. കഥാകാവ്യത്തിൽ തന്നെ അങ്ങേയറ്റത്തെ നാടകീയത കൈവരുത്തി പ്രതിപാദനത്തെ ചടുലമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്.